അപ്പം നമ്മളിന്നൊരു യാത്ര പോവാണ്. എങ്ങോട്ടേക്കാന്നൊക്കെ ഞാൻ വഴി പറയാം കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും എൻ്റെ കൂടെ തന്നെ കാണുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ, ഉമ്മച്ചി, ഇക്ക, പിന്നെ കസിൻസ് എല്ലാവരും കൂടെ കൂട്ടിയിട്ടാട്ടോ പോകുന്നത്. അവിടുന്ന് ഓട്ടോ വിളിച്ച് പിന്നെ ടൗണിൽ വന്ന് പിന്നെ KSRTC ബസ്സിൽ തിക്കും തിരക്കൊക്കെ ആയിട്ട് പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. പല സ്ഥലത്തുനിന്ന് വെച്ച് ട്രെയിൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനിതുവരെ കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരാളുടെ വാശിപ്പുറത്ത് മാത്രമൊക്കെ സമ്മതിച്ചിട്ട് കൊണ്ടുപോകണതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ പോകേണ്ട കേസുള്ളൂ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ട്രെയിൻ എന്നാൽ പോവാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് കയറാനൊക്കെ ആയിട്ട്. ഞങ്ങൾ കുറേ സ്റ്റെപ്പൊക്കെ കയറി പിന്നെ താഴെ വെയിറ്റ് ചെയ്യാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ആകപ്പാടുണ്ടായിരുന്നത് മാംചിയുടെ കൊച്ചിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ സ്റ്റേഷനിൽ നിന്ന്, പണി മേടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പോയായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കടിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു. സത്യം പറഞ്ഞാൽ പണി കിട്ടിയെന്ന് തന്നെ പറയാം. ജനറലായിരുന്നു. അത് തന്നെയല്ല, നല്ല തിരക്കായിരുന്നു. ഇന്നാണെങ്കിൽ ലീവിന് കോളേജ് പിള്ളേരൊക്കെ പോകുന്ന ടൈമായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറേ നടന്ന് ചെന്നപ്പിനാണ് ബസ്സൊക്കെ കിട്ടിയത്. സന്ധ്യ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം സ്റ്റാൻഡിൽ ചെന്ന് ബസ്സൊക്കെ നോക്കി നിന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ പോയപ്പം പിന്നെ ഒരു ലൈസൊക്കെ മേടിച്ച് അതൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ ചെന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് കഴിച്ചത് പിന്നെ കഴിച്ചിട്ടില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ കപ്സൊക്കെ ഉണ്ടായിരുന്നു. ബീഫായിരുന്നു. ബീഫ് ഞാൻ കഴിച്ചില്ല. നീക്കി വെച്ചിട്ട് ബാക്കി സാലഡും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചു.